വളരെ പ്രധാനപ്പെട്ടതായ ഒന്നിലധികം കാരണങ്ങളാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷം അത്യാവശ്യമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒന്നാമത്തെ കാരണം ഞാൻ കരുതുന്നത്, കേരളം അടക്കമുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള വരുമാനം മാത്രമുള്ള ആൾക്കാരാണ്. അതിദരിദ്രരാണ് വളരെയധികവും. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ജനത അതിദരിദ്രരാണ്. അതേസമയം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും അമിതമായി ധനമുള്ളവരാണ്. അപ്പോൾ ഇത്രയും പണക്കാരുടേതായ ഒരു പാർലമെൻറ്റാണ് കഴിഞ്ഞ തവണ വന്നിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതും. രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ തന്നെയും ധനികരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ. അപ്പോൾ ഈ ധനികരായ രാഷ്ട്രീയ പാർട്ടിക്കാരും ധനികരായ പാർലമെൻറ്റ് അംഗങ്ങളും ഉള്ള ഒരു വേദിയിൽ ഇന്ത്യയിലെ അധിക വരുമാനമില്ലാത്ത എന്നാൽ വളരെ വരുമാനം കുറഞ്ഞ ആളുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ധനപരമായിട്ട് പിന്നാക്കം നിൽക്കുന്ന പക്ഷം ഇടതുപക്ഷമാണ്. അതുപോലെ തന്നെ പാവങ്ങളുടെ ജനങ്ങളുടെ വാക്കുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു പക്ഷം ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ഉണ്ടാവണം. വേറെന്നുള്ളത്, ഈ ജാതീയമായ ദുരഭിമാന കൊലപാതകങ്ങൾ ധാരാളമായിട്ട് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇന്ത്യയിൽ ഇടതുപക്ഷം എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇരകളോടൊപ്പമാണ്. ജാതി വിരുദ്ധമായൊരു നിലപാടാണ്. ജാതീയമായ ദുരഭിമാനം തെറ്റാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇന്നേ വരെ ഇടതുപക്ഷം എടുത്തിട്ടുള്ളത്. ചില ജാതീയമായ റേപ്പ് കേസുകളിലൊക്കെ ഇന്നത്തെ ഇന്ത്യൻ ഭരണകക്ഷിയിലെ നേതാക്കന്മാരെ പോലും പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. അപ്പം ഇന്ന് ഇന്ത്യയിലെ ഭരണകക്ഷി അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികളിൽ പലതും ജാതീയമായ ദുരഭിമാന കൊലകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും ജാതി തിരിച്ചുള്ള ചില പഞ്ചായത്തുകൾക്കൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഈ കീഴാള ജനതയുടെ വിഷയങ്ങൾ, ദുരഭിമാന കൊലകൾക്ക് ഇരയാവുന്ന പാവപ്പെട്ട മനുഷ്യരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരെങ്കിലും വേണ്ടേ? ഇടതുപക്ഷത്തിന് മാത്രമേ അത് സാധിക്കൂ എന്നാണ് നമ്മൾ ഇതേവരെ കണ്ടിട്ടുള്ളത്. ഇടതുപക്ഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വഷളായി വരുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരകളുടെ ശബ്ദം ഉയർത്തുവാൻ ഇടതുപക്ഷം ആവശ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള സംഘപരിവാർ ആക്രമണമാണ്. ഒരു ലൈബ്രറിയുടെ മുറ്റത്ത് ഈ ജാതീയമായ പ്രശ്നങ്ങളെക്കുറിച്ച് വർത്തമാനം പറഞ്ഞപ്പോൾ സംഘപരിവാറിൻ്റെ പ്രവർത്തകർ എന്നെ ആക്രമിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ആക്രമിച്ച സമയത്ത് വീടാക്രമിക്കാനുള്ള ഭീഷണി ഉണ്ടാകുന്നു. ഇത് പോലീസിന് മനസ്സിലാവുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ വീട്ടിന് പോലീസ് കാവലുണ്ടാവുക. 32 ദിവസം 24 മണിക്കൂർ രാത്രിയിലും പകലും ഈ വീട്ടിൽ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു. 1 വയസ്സ് മുതൽ ഞാൻ വരെയുള്ള മുതിർന്ന കുടുംബാംഗങ്ങളെ വരെ രക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ രീതിയിൽ ഒരു എഴുത്തുകാരൻ്റെ വൈഷമ്യങ്ങളുണ്ടാകുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന ഇടതുപക്ഷമാണ്. എനിക്ക് മാത്രമല്ല, MT വാസുദേവൻ നായർ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി മീശ എഴുതിയ ഹരീഷ് തൊട്ട് നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണൻ വരെ ഈ സംഘപരിവാറിൻ്റെ വളരെ മോശപ്പെട്ട പെരുമാറ്റത്തിന് ഇരയാവേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം മാത്രമാണ് ഈ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് എതിരെയുള്ള സംഘപരിവാറിൻ്റെ കയ്യേറ്റത്തിനെ പ്രതിഷേധിച്ചിട്ടുള്ളത്. ഞാനടക്കമുള്ളവർക്ക് സംരക്ഷണം തന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അപ്പോൾ എവിടെയെല്ലാമാണോ ഈ എഴുത്തുകാർ ആക്രമിക്കപ്പെടുന്നത്, എവിടെയെല്ലാമാണോ ജാതീയമായ ഉന്മൂലന പരിപാടികൾ ഉണ്ടാകുന്നത്, എവിടെയെല്ലാമാണോ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്, അവിടെയെല്ലാം അവരുടെ നാക്കായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരെങ്കിലും വേണ്ടേ? അതിന് ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ഈ സർഗാത്മക രംഗത്ത്, അതായത് കലയുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളിൽ
പല ആളുകൾക്കും നിയമനിർമ്മാണ സഭകൾ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഏക രാഷ്ട്രീയ മുന്നേറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. കേരളത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ നിയമസഭകളിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ആരെല്ലാമാണ്? പ്രമുഖ പത്രാധിപരും പ്രമുഖ നടനുമായിരുന്ന കാമ്പിശ്ശേരി കരുണാകരൻ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം എഴുതിയ തോപ്പിൽ വാസി കേരള നിയമസഭയിലെ അംഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച പി ഗോവിന്ദപിള്ള, പാർലമെൻറ്റിലേക്ക് പോയവരിൽ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാട്ട്, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയിലാണ് അദ്ദേഹം പാർലമെൻറ്റിൽ എത്തുന്നത്. കേരള നിയമസഭയിൽ പിന്നെയും ആളുകൾ എം കെ സാനു, ജോസഫ് മുണ്ടശ്ശേരി, ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി, നിരൂപകനാണ് അദ്ദേഹം. മലയാള സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായ കടമ്മനിട്ട രാമകൃഷ്ണൻ, ഇവരൊക്കെ നിയമസഭയിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരം കലാപരമായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കുന്ന എം മുകേഷ് പോലും നടൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിനെ നമുക്കറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നിയമനിർമ്മാണ സഭയിൽ സാങ്കത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷമാണ്. അപ്പോൾ സർഗരംഗത്ത് പ്രവർത്തിക്കുന്ന, കലാരംഗത്ത് സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിയമനിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് എന്നും ആ കഴിവിനെ അംഗീകരിക്കണം എന്നും തോന്നിയത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. അത് ലോക്സഭയിലേക്ക് ഇടതുപക്ഷം അയച്ച എസ് കെ പൊറ്റക്കാട്ട് മുതൽ കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുള്ള കാമ്പിശ്ശേരി ആയാലും ജോസഫ് മുണ്ടശ്ശേരി ആയാലും തോപ്പിൽ വാസി ആയാലും ഇങ്ങേറ്റത്തെ എം മുകേഷ് വരെയുള്ളവരുടെ കാര്യം ആലോചിച്ചാൽ അവർക്കാണത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്തരം വിഷയങ്ങൾ, അപ്പോൾ ഇവർക്ക് നാടിൻ്റെ സ്പന്ദനങ്ങൾ നന്നായിട്ടറിയാം. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ വളരെയധികം ഉള്ളവരാണ്. ക്രിയാത്മകമായ ജീവിതം മാത്രമല്ല, എങ്ങനെയായിരിക്കണം ഭാവികാലം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ വിദ്യാഭ്യാസ ബില്ലാണ്. 57 മന്ത്രിസഭയിൽ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ്. എങ്ങനെയായിരിക്കണം ഭാവിയിലെ വിദ്യാഭ്യാസം, ഭാവിയിലെ അധ്യാപകൻ്റെ സുരക്ഷ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആലോചിച്ചത് ആദ്യത്തെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ബില്ലാണ്. അപ്പോൾ ആ രീതിയിൽ സ്വപ്നങ്ങൾ ധാരാളമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഈ ഇടതുപക്ഷം ഈ എഴുത്തുകാരെ നിയമനിർമ്മാണ സഭയിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും ഇടതുപക്ഷത്തിൻ്റേതായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകണം സഭയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളിൽ പല കാര്യങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, ദളിത് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളുണ്ടായ സമയത്ത് ഉള്ള നിലപാടുകൾ, ഉദാഹരണത്തിന് കേരളത്തിൽ മത്സരിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, 2 പേരും സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് തൃശ്ശൂരിൽ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കൊല്ലത്ത് മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറും. സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞത്, അടുത്ത ജന്മം ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത്രയും കാലം കേരളത്തിൻ്റെ നവോത്ഥാന പരിശ്രമങ്ങളുടെ ചരിത്രം നോക്കിയാൽ ഇത്രയും കാലം നമ്മൾ നടത്തിയ പരിശ്രമങ്ങളെല്ലാം ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുള്ള പരിശ്രമങ്ങളാണ്. മനുസ്മൃതി കേരളത്തിൽ നിയമമായി ഉണ്ടായിരുന്ന സമയത്ത് ബ്രാഹ്മണർ അടക്കമുള്ള മുന്നാക്ക സമൂഹത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഉടുപ്പിടാൻ വേണ്ടിയിട്ട്, വഴിയെ നടക്കാൻ വേണ്ടിയിട്ട്, മീശ വയ്ക്കാൻ വേണ്ടിയിട്ട്, വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം നടത്തിയ സമരങ്ങൾ. അപ്പോൾ ആ സമരങ്ങളുടെ എല്ലാം എതിർപക്ഷത്ത് നിന്ന സംസ്കാരത്തിൻ്റെ പേരാണ് ബ്രാഹ്മണ സംസ്കാരം എന്നുള്ളത്, ബ്രാഹ്മണ്യം എന്നുള്ളത്. അതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സമരം ഇ വി രാമസ്വാമി നടത്തിയത്. ഇ വി രാമസ്വാമി തന്നെ ഇവിടെ വന്ന് വൈക്കം സത്യാഗ്രഹം നടത്തിയത്. അപ്പോൾ അതുപോലെ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എനിക്ക് എന്ന് ആഗ്രഹിച്ച ഒരാളിനെയാണ് BJP തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നാലോചിക്കണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ നവോത്ഥാന പരിശ്രമങ്ങളെ മുഴുവൻ തിരസ്കരിക്കുന്ന ഒരു സാംസ്കാരികത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അദ്ദേഹത്തിൻ്റെ വേറൊരു വിചിത്രമായ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ നിരീശ്വരവാദികളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോവിലിൽ പോയി പ്രാർത്ഥിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കര തമാശയായിരുന്നത്. കോവിലിൽ ചെല്ലാത്ത ഒരാളിനെ കോവിലിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ആളുകൾക്ക്, കോവിലിൽ പോകാത്ത ആളുകളെ സംബന്ധിച്ചോളം കോവിലൊരാൾ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് ദോഷഫലമാണ് ഉണ്ടാകുന്നത്? ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കേരളം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണ സഭകളിലുണ്ടായിരുന്ന മന്ത്രിമാരിൽ സി കേശവൻ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ പനമ്പള്ളി ഗോവിന്ദമേനോൻ തുടങ്ങി EMS നമ്പൂതിരിപ്പാട്, CH മേനോൻ, PK വാസുദേവൻ നായർ, EK നായനാർ, VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ അടക്കമുള്ളവരെല്ലാവരും തന്നെ
ഈ ശാസ്ത്രീയതയിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെച്ച ചാർവാക സിദ്ധാന്തത്തിൽ ഏറെയും കുറഞ്ഞും ഒക്കെ ചെന്ന് പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരെല്ലാവരും നശിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നവോത്ഥാന പരിശ്രമങ്ങളെ റദ്ദാക്കണം, അതായത് വഴിയെ നടക്കുവാൻ നമ്മൾ നടത്തിയ പോരാട്ടത്തെ മീശ വയ്ക്കാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും കേരളം നടത്തിയ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടും കേരളം നടത്തിയ അയ്യങ്കാളിയും നാരായണഗുരുവും അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പൊയ്യലപ്പച്ചനും അടക്കമുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ സമരം മുഴുവൻ റദ്ദാക്കണമെന്നാണ് അതിൻ്റെ അഭിപ്രായം. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് വളരെ മ്ലേച്ഛമായൊരു സംസ്കാരത്തിൻ്റെ അടയാളങ്ങളും വർത്തമാനങ്ങളും. അതുപോലെ തന്നെ കൊല്ലത്ത് BJP പ്രതിനിധിയായി മത്സരിക്കുന്ന ആ സ്ഥാനാർത്ഥി ഒരിക്കൽ പറഞ്ഞത് ഈ പാളയിൽ കഞ്ഞി കൊടുക്കുന്നതിൽ കുഴികുത്തി കഞ്ഞി കുടിക്കുന്നത് കണ്ട് ആനന്ദിക്കണം എന്നാണ്. ആലോചിച്ച് നോക്കേ, ഡോക്ടർ M. കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വേദനയോടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചാണ്. ഈ ബാല്യകാലത്ത് അദ്ദേഹം അനുഭവിച്ചിരുന്ന വിഷമങ്ങൾ, ആഹാരം കഴിക്കാൻ മാർഗമില്ല. അദ്ദേഹത്തിന് ജന്മിയുടെ വീട്ടിൽ മണ്ണിൽ കുഴി കുത്തി അതിനകത്താണ് കഞ്ഞി വിളമ്പി കൊടുത്തത്. ഒരു പട്ടിയും അദ്ദേഹത്തിനോടൊപ്പം കഞ്ഞി പിടിക്കാൻ വന്നു. ഈ പട്ടിക്കും വിശക്കുന്നുണ്ട്, അദ്ദേഹത്തിനും വിശക്കുന്നുണ്ട്. പട്ടിയും ഡോക്ടർ കുഞ്ഞാമനും കൂടി, കുഞ്ഞായിരുന്ന കുഞ്ഞാമനും കൂടി ഒന്നിച്ച് കുഴിയിൽ നിന്നും കഞ്ഞി കോരി കുടിക്കുന്ന ഒരു ദൃശ്യം ഡോക്ടർ കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ആനന്ദിക്കണം എന്ന് പറയുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആ ഒരു കാലം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരാൾ പോലും ആഗ്രഹിക്കില്ല. ഒരു മനുഷ്യന് മണ്ണിൽ കുഴി കുത്തി കഞ്ഞി കൊടുത്ത് പട്ടിയോടൊപ്പം കടിപിടി കൂടിക്കൊണ്ട് പട്ടിയെ വഞ്ഞു മാറ്റിക്കൊണ്ട് കഞ്ഞി കുടിക്കുന്ന ഒരു കേരളം തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എനിക്കൊരിക്കലും ആലോചിക്കാൻ സാധിക്കില്ല. ഇത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് BJP സംസ്കാരം, സംഘപരിവാറിൻ്റെ സംസ്കാരമാണ്. അയാളെയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയായി നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പാളയിൽ കഞ്ഞി കുടിക്കുന്നത് കണ്ട് ആനന്ദിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യ കവിത എന്ന കവിത ഉണ്ടാകുന്നത്. പാളയെ കഞ്ഞി കുടിക്കാൻ തമ്പ്രാനെന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള ആശയം വരുന്ന ഒരു കവിത ഉണ്ടാകുന്നത്. ആ കവിത വളരെ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റ് വായനാ സമൂഹത്തിലും എല്ലാം വളരെ ഇതായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ അത് തിരിച്ചു വരുമോ? ഒരു വലിയ വിഷയമാണ്. കേരളത്തിലേക്ക് ജാതി വ്യവസ്ഥയുടെയും ബ്രാഹ്മണ്യത്തിൻ്റെയും തീണ്ടലിൻ്റെയും തൊടിയിലിൻ്റെയും വിഭാഗീയതയുടെയുമായിട്ടുള്ള ഒരു കാലം തിരിച്ചു വരുമോ? അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്കാണ് ഇപ്പോൾ നിലവിലുള്ള പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇനി വരുന്ന പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകാൻ പാടില്ല. സാധാരണ ജനങ്ങളുടെ, വിഷമിക്കുന്ന ജനങ്ങളുടെ ജാതീയമായ അടിച്ചമർത്തലുകൾ ചരിത്രത്തിൽ നേരിട്ട അരികളിലേക്ക് വകഞ്ഞു മാറ്റി നിർത്തിയിരുന്ന ഈ പാപങ്ങളുടേതായ ഒരു പാർലമെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാകണം. ഇനി ഒരു പക്ഷേ ഇന്ത്യയിൽ സമീപകാലത്ത് ഉണ്ടായില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ വാദിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം. അത് ഇടതുപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഇടതുപക്ഷം എല്ലാ വിധത്തിലും കുറ്റമറ്റ ഒരു സംവിധാനമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല, എനിക്കും അങ്ങനെ അഭിപ്രായം ഇല്ല എന്ന് കൂട്ടിക്കൊള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ജനപക്ഷത്ത് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെ സംസാരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പാപങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എല്ലാം ഇടതുപക്ഷമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദരിദ്രരായിട്ടുള്ള രാഷ്ട്രീയ പക്ഷം ഏതാണ്? ഇപ്പം തിരുവനന്തപുരത്ത് മത്സരം നടത്തി നോക്കിയാൽ കേവലം 3000 രൂപ മാത്രം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രനെ നമ്മൾ കാണുകയാണ്. അതേസമയം അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന ആളോ 2 പേര്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായാലും BJPയുടെ സ്ഥാനാർത്ഥിയായാലും കോടീശ്വരന്മാർ ആ വിഭാഗത്തിൽ പെടുത്താവുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സമ്പന്നന്മാരും എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, രാഷ്ട്രീയമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്, നിങ്ങളും അതുപോലൊപ്പം, ഈ സാധാരണ ജനങ്ങളായിട്ടുള്ള നിങ്ങളും അതുപോലൊപ്പം ഒന്നിച്ച് നിന്ന് നമ്മളുടെ ശബ്ദം, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തി കേൾപ്പിക്കുവാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പറഞ്ഞയക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്.